അവർക്കിടയിൽ ശത്രുതയെ മറന്നുകൊണ്ട് ഇരു കൂട്ടരും ആലിംഗനം ചെയ്തു. കണ്ടുനിന്ന ഭീഷ്മ പിതാമഹനും മറ്റുള്ളവർക്കും അതൊരു പ്രത്യേക അനുഭൂതി നൽകി. ശേഷം വന്നിരിക്കുന്ന എല്ലാ രാജാക്കന്മാരെയും സാക്ഷിയാക്കി യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം പൂർത്തിയാക്കി. ദുര്യോധനന്റെ ഉള്ളിലെ ശത്രുത അയാൾ പോലും അറിയാതെ വേർപെട്ടു പോയിക്കൊണ്ടിരുന്നു. ആ 5 പേരിൽ ഒരാളായി അയാളും ആ സന്തോഷത്തിൽ പങ്കിട്ടു. സമയത്തിന്റെ വേഗമായ ചലനം മൂലം പലരും ആ ചടങ്ങിൽ നിന്നും തിരികെ യാത്രയായി. ആ സമയം ദുര്യോധനൻ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. അയാളിലെ ആ തിളക്കമേറിയ കണ്ണുകൾ ആ സൗന്ദര്യമാർന്ന കൊട്ടാരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയാണ്. പെട്ടെന്നാണ് ദുര്യോധനൻ തന്റെ കാലുകൾ വഴുതി വെള്ളത്തിൽ വീണത്. പെട്ടെന്ന് തന്നെ പാണ്ഡവരും മറ്റുള്ളവരും ചെറിയ ഞെട്ടലോടെ ദുര്യോധനനെ നോക്കി. അവിടെ ആകെ നിശബ്ദതയായി. പക്ഷേ അവിടെ ആകെ ഒരു സ്ത്രീയുടെ ചിരിയുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ ആ സ്ത്രീയിലേക്ക് മാത്രമായി. ദ്രൗപദി. കണ്ടുനിന്ന പാണ്ഡവർക്ക് പോലും അതൊരു പ്രയാസമായി തോന്നി. ചിരിയിൽ മതി മറന്നുപോയ ദ്രൗപദി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ പറഞ്ഞു, പിതാവു മന്ഥൻ, മകനു മന്ഥൻ. ഇത് കേട്ട ദുര്യോധനന് ദേഷ്യത്തിലുപരി സങ്കടമായിരുന്നു വന്നത്. തന്റെ പിതാവ് ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത വാക്കുകളായിരുന്നു അത്. അവനിൽ അതാഴ്ന്നിറങ്ങി. തന്റെ നിറഞ്ഞ കണ്ണുകൾ പിതാവിലേക്ക് തെന്നിമാറി. വിഷമമുള്ളിൽ ഒതുക്കിക്കൊണ്ട് ധൃതരാഷ്ട്രർ ആ വാക്കുകൾക്ക് മറുപടി നൽകിയത് ഒരു ചെറു പുഞ്ചിരി കൊണ്ടായിരുന്നു.